ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. ഇപ്പോൾ ഡേ 25 പാസീവ് വോയിസ് എന്താണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു മെത്തേഡ് മനസ്സിലാകാത്ത കൂട്ടുകാർക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഡേ 25 പാസീവ് വോയിസ് എന്നുള്ള ഈ സെക്കൻഡ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയവർക്ക് ഇത് വെറുതെ കാണാമെന്നുള്ളതാണ്. അതിൽ മനസ്സിലാകാത്ത കൂട്ടുകാർക്കാണെങ്കിൽ ഇത് നമ്മളൊരു സ്റ്റോറി ബേസ്ഡ് ആണ്, ഒരു കഥ പറയുന്നത് പോലെയാണ് പറഞ്ഞു പോകുന്നത്. കുറച്ചുകൂടെ എളുപ്പത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരാം. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താണെന്നും അത് വ്യത്യാസം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങൾ എങ്ങനെയാണ്, സെന്റൻസുകൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താണ് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് പാസീവ് വോയിസ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെ ടെൻസിൽ ഏതൊക്കെ ഓക്സിലറി വെർബാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ എന്താണ് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. അതല്ല, ഒന്നാമത്തെ മെത്തേഡാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ ആ മെത്തേഡ് നിങ്ങൾക്ക് എന്താണ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു പോകാം. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സബ്ജക്റ്റിൽ ആരംഭിക്കുകയും അല്ലെ ആ സബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓക്സിലറി വെർബുകളായ ഈസ, റാമ്, വാസ്, വെയർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ എന്താണ് വെർബിന്റെ രൂപങ്ങൾ ടെൻസിന്റെ റൂൾ അനുസരിച്ചുകൊണ്ട് V1 ആണോ V2 ആണോ V3 ആണോ ING ആണോ എന്ന് എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സെന്റൻസുകളെല്ലാം ആക്റ്റീവ് വോയിസ് ആയി മാറി. പാസീവ് വോയിസ് എന്നാൽ നമ്മൾ മനസ്സിലാക്കിയതാണ്, ഒരു സെന്റൻസ് നമ്മൾ ഒബ്ജക്റ്റിൽ ആരംഭിക്കുകയും ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ചുകൊണ്ട് ഓക്സിലറി വെർബുകൾ ഈസ, റാമും, വാസ്, വെയറും, ഹാസ് ബീനും, ഹാവ് ബീൻ ഒക്കെ നമ്മൾ എഴുതുകയും അതുപോലെ തന്നെ എന്താണ് വെർബിന്റെ V3 മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇനി പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്, നമുക്ക് ആക്റ്റീവ് വോയിസ് മാത്രം മതിയല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കഥ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. നമുക്കറിയാം ഇംഗ്ലീഷുകാരുടെ ഭാഷയാണ്. ഇപ്പൊ ഇംഗ്ലീഷുകാർ ആക്റ്റീവ് വോയിസ് ഒക്കെ ഉണ്ടാക്കി അല്ലെ, അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് ദുബായില് ദേരയില് ഇങ്ങനെ എന്താണ് അൽറാസ് ഹോട്ടലിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ അപ്പുറത്തായി എന്താണ് ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുകയാണ്. ആരോ ബോംബ് എറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു. അവർ അന്തം വിട്ടു പോയി. അപ്പൊ അവരവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ സെന്റൻസ് പറയണമെന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷുകാർക്ക് അത് സാധിക്കുന്നില്ല. കാരണം ആ സമയം വരെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. അവിടെ പ്രവൃത്തി ചെയ്ത ആളെ അറിയാമെങ്കിലാണ് നമുക്ക് ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. സബ്ജക്റ്റിൽ ആരംഭിക്കുക അല്ലെങ്കിൽ എന്താണ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ആക്റ്റീവ് വോയിസ്. ഇപ്പൊ റോക്കി ബായ് കിൽഡ് 20 പീപ്പിൾ എന്ന് പറഞ്ഞാൽ റോക്കി ബായ് ആണ് കൊന്നതെങ്കിൽ ആക്റ്റീവ് വോയിസ് നമുക്ക് സുഖമായിട്ട് പറയാം അല്ലേ, ഇത് ആക്റ്റീവ് വോയിസ് ആണ്. കാരണം റോക്കി ബായ് ആണ് കൊന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് അവർക്കാകെ കൺഫ്യൂഷനായി. കാരണം എന്താണ്, കൊന്ന ആളെ അറിയാൻ വയ്യ, ഒരാൾ ബോംബിലിട്ട് ഓടിക്കളഞ്ഞു. അപ്പൊ മരിച്ച ആൾക്കാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടേ പിന്നെ നമുക്ക് ആ സെന്റൻസ് പറയാൻ സാധിക്കുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ തിരികെ വന്നു. ഹോട്ടലിൽ വന്നുകൊണ്ട് എന്താണ് അവർ ചെറിയൊരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തു. നമുക്ക് വേറൊരു മെത്തേഡൂടെ വേണ്ടിയിരിക്കുന്നു. സബ്ജക്റ്റിനെ അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് വലിയ പ്രാധാന്യമില്ലെങ്കിലും നമുക്ക് സെന്റൻസുകൾ പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയ മെത്തേഡിൽ അവർ കൊടുത്ത പേരാണ് പാസീവ് വോയിസ് എന്നുള്ളത്. പാസീവ് വോയിസ് കണ്ടെത്തി എന്ന് പറഞ്ഞ ഉടനെ ഇംഗ്ലണ്ടിലൊക്കെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. എന്താണ് പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണ്, ആക്റ്റീവ് വോയിസ് കൊണ്ട് തന്നെ അവർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. 12 ടെൻസ്, അതിൽ തന്നെ എന്താണ് സബ്ജക്റ്റ് എണ്ണം അനുസരിച്ച് ഓക്സിലറി വെർബ് തന്നെ V1, V2, V3, ING പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. ആകെ എല്ലാവരും തലയൊക്കെ ചൂടായി മെഡല ബ്ലാങ്കറ്റ് ഒക്കെ പഠിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പാസീവ് വോയിസ് എന്ന പുതിയ സംഭവമായി ഇവരെന്താണ് അവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ആൾക്കാരെല്ലാം പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. പറഞ്ഞ ആൾക്കാരുടെ വീടൊക്കെ എന്താണ് അടിച്ച് പൊളിക്കുകയാണ്. ഒരു കല്ലെടുത്ത് ജനലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു. ആകെ വിഷയങ്ങളാണ്. ആ സമയത്ത് ഇവരെല്ലാവരെയും കൂടെ ചേർത്തൊരു മീറ്റിംഗ് വിളിച്ചു. നമ്മൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് തന്നെ എന്താണ് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സാഹചര്യത്തിൽ പാസീവ് വോയിസ് നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം ഇതാണ്. കാരണം സബ്ജക്റ്റിനെ അറിയാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കണം. അതുപോലെ സബ്ജക്റ്റ് വലിയ പ്രാധാന്യമില്ലെങ്കിലും ഇംഗ്ലീഷ് പറയണം. അപ്പൊ നിങ്ങൾ സഹകരിച്ചേ മതിയാവും. ഈ ഭാഷ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും നമുക്ക് പാസീവ് വോയിസ് എന്നൊരു സംഭവം അതിനകത്ത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എന്താണ് നമ്മൾ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം, കുറച്ച് നിങ്ങൾക്ക് എളുപ്പമാക്കി തരാം. അപ്പൊ അവർ ചോദിച്ചു എന്താണ് എളുപ്പമാക്കി തരുന്നത്. പാസീവ് വോയിസ് നിങ്ങൾ എല്ലാ ടെൻസിലും ഉപയോഗിക്കേണ്ട, നിങ്ങൾ ആകെ 9 ടെൻസിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതായത് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഒന്നിനും പാസീവ് വോയിസ് നിങ്ങൾ ഉപയോഗിക്കേണ്ട. അപ്പൊ വന്ന ആൾക്കാർ കുറച്ച് ശാന്തരായി. അപ്പൊ അവർ പറഞ്ഞു ഇത്രയും പോരാ, നമുക്ക് പിന്നെയും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. വെർബിന്റെ രൂപങ്ങളിൽ പല രൂപങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, തിരിച്ചറിയാൻ പാടാണ് ആക്റ്റീവിലും പാസീവിലും എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആക്റ്റീവ് വോയിസിൽ V1, V2, V3, ING ഉപയോഗിക്കുന്നെങ്കിൽ പാസീവ് വോയിസ് നിങ്ങൾ V3 മാത്രം ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും ഉപയോഗിക്കണ്ട. വെറുതെ എവിടെ കണ്ടാലും V3 അത് പാസീവ് വോയിസ് ആണ്. അപ്പൊ അവർക്ക് എന്താണ് വീണ്ടും സന്തോഷമായി. എന്നാലും കുറച്ച് ആൾക്കാർക്ക് ചെറിയ മുറിവുറുപ്പൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പാസീവ് വോയിസ് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ്. അവിടെ പ്രവൃത്തി ചെയ്ത ആള് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത സെന്റൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സബ്ജക്റ്റിന് എണ്ണ അനുസരിച്ച് ഓക്സിലറി വെർബും ടെൻസിന്റെ റൂൾ അനുസരിച്ച് വെർബും എഴുതാം. അതെല്ലാം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാസീവ് വോയിസിലും പറയാം. ഒബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം, ഒബ്ജക്റ്റിന് എണ്ണ അനുസരിച്ച് ഓക്സിലറി വെർബ് എഴുതാം, വെർബിന്റെ മൂന്നാമത്തെ രൂപം എഴുതാം അല്ലേ. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് നമ്മൾ പാസീവ് വോയിസിൽ കാണിക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞതിൽ പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ബൈ എഴുതി വേർതിരിച്ച് സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ് രൂപം കാണിക്കുക എന്ന് മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ പറഞ്ഞ് എന്താണ് എല്ലാം ഓക്കെ ആയി, എല്ലാവരും പോയി. അപ്പൊ ഇതിനുശേഷം അവർ ടെൻസുകളെല്ലാം കൂടെ ഒരു മീറ്റിംഗിന് വിളിച്ചു, ഇംഗ്ലീഷുകാർ അല്ലെ. ടെൻസുകളെ മീറ്റിംഗ് വിളിച്ചപ്പോൾ എല്ലാ ടെൻസും വന്നു. എല്ലാ ടെൻസുകളും താമസിക്കുന്നത് എന്താണ് ലണ്ടനിലാണ്. കാരണം സിമ്പിൾ പ്രസന്റ് താമസിക്കുന്ന എന്താണ് കെട്ടിടമാണിത്. ഇതുപോലെ തന്നെ പല ടെൻസുകളും ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അപ്പൊ ടെൻസുകളുടെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇവർ പറഞ്ഞത് നിങ്ങൾ ഓരോ ടെൻസും തൊട്ടടുത്ത് കിടക്കുന്ന ടെൻസുകളുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഓക്സിലറി വെർബ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാവരും അംഗീകരിച്ചു. എന്താണ് പെർഫെക്റ്റ് ടെൻസ് ഒഴികെ. പെർഫെക്റ്റ് ടെൻസ് പൊതുവെ എന്താണ് നക്കികളാണ്, അവർ ആർക്കും ഒരു സാധനം കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്നിരുന്നാലും അവിടെ ആ സമയത്ത് അവരിങ്ങനെ തലയെ കാട്ടി അങ്ങ് വിട്ടു. അത്തരത്തിൽ എന്താണ് ടെൻസുകളെല്ലാം കൂടെ തീരുമാനിച്ചു പാസീവ് വോയിസ് ഉണ്ടാക്കാൻ. അപ്പൊ പാസീവ് വോയിസ് ഉണ്ടാക്കുന്ന ആ ഒരു എന്താണ് നിമിഷം വന്നെത്തി. അപ്പോൾ ആദ്യം പാസീവ് വോയിസ് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിന്റെ ആക്റ്റീവ് വോയിസ് നമ്മൾ മനസ്സിലാക്കണം. മനു റൈറ്റ്സ് എ നോവൽ അല്ലേ. അപ്പൊ ഈ ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റിന്റെ കയ്യിലുള്ളതാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് രാവിലെ എണീച്ചു കുളിച്ചു എന്താണ് പൗഡറൊക്കെ ഇട്ട് റെഡിയായി ഇരിക്കുകയാണ് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ. ചെയ്യേണ്ടത് തൊട്ടടുത്ത് കിടക്കുന്ന എന്താണ് ടെൻസിന്റെ വീട്ടിൽ പോവുക. അപ്പൊ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ. പ്രസന്റ് കണ്ടിന്യൂസിന്റെ വീട്ടിൽ അവിടെ ഉള്ള ഓക്സിലറി വെർബ് എന്ന് വെച്ചാൽ ഈസറാമാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഉദ്ദേശം എന്ന് വെച്ചാൽ നേരെ രാവിലെ ഇവിടെ ചെല്ലുക, പ്രസന്റ് കണ്ടിന്യൂസിനെ കണ്ട് സംസാരിക്കുക, ചായ കുടിക്കുക, അതിനുശേഷം എന്താണ് ഈസാറാം ഇത് കളക്ട് ചെയ്തുകൊണ്ട് വരിക. പാസീവ് വോയിസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വിശാല മനസ്സിനുടമയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഗേറ്റ് ഒക്കെ തുറന്നിട്ടിരിക്കുന്നു, ആർക്ക് വേണമെങ്കിലും കടന്നു വരാവുന്ന രീതിയിലാണ്. അപ്പൊ രാവിലെ സിമ്പിൾ പ്രസന്റ് എണീച്ചു എന്താണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ വീട്ടിൽ പോയി അവിടെ ഈസാറാം എന്നുള്ള സാധനം കവറിനകത്ത് ഇട്ടുകൊണ്ട് ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നു. ഇവിടെ വന്ന് എന്താണ് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ പോവുകയാണ്. സിമ്പിൾ പ്രസന്റ് ആൾറെഡി ഉള്ള ആക്റ്റീവ് വോയിസ് സെന്റൻസ് നമുക്കറിയാം മനു റൈറ്റ്സ് എ നോവൽ ആണ്. ഇതിൽ ഒബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ എ നോവൽ എന്നുള്ളതാണ് അല്ലേ. അപ്പൊ എ നോവൽ എന്നുള്ളത് ആദ്യം എഴുതുക, അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞ് പ്രസന്റ് കണ്ടിന്യൂസ് കൊടുത്ത ഈസ് ആറാമോ ഓക്സിലറി ഉണ്ട് അല്ലേ. അപ്പൊ എ നോവൽ കഴിഞ്ഞ് ഏത് വെക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈസ് ആണ് വെക്കുന്ന. കാരണം എ നോവൽ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഒന്നാണ്. അപ്പൊ നോവൽസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവിടെ 6 വെക്കാമായിരുന്നു എന്ന് സിമ്പിൾ പ്രസന്റ് കരുതി കാണും. പക്ഷെ ഇവിടെ ഒന്നായതുകൊണ്ട് തന്നെ എന്താണ് ഈസാണ് വെച്ചത്. പിന്നെ ഒന്നും ആലോചിക്കാനില്ല, വെർബിന്റെ V3 മൂന്നാമത്തെ രൂപ മാത്രമേ പാസീവ് വോയിസിൽ അത് എവിടെയായാലും വരുള്ളൂ. എ നോവൽ ഈസ് റിട്ടൺ എന്നുള്ളതാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് വളരെയധികം സന്തോഷമായി അല്ലേ. ഈ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് എന്താണ് അപ്പുറത്തെ വീട്ടിൽ പോയി കളക്ട് ചെയ്തുകൊണ്ടൊന്ന് ഓക്സിലറി വെച്ചുകൊണ്ട് അവിടെ എന്താണ് പാസീവ് വോയിസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അടുത്ത ഊഴം എന്താണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് നമുക്കറിയാം മനു ഈസ് റൈറ്റിംഗ് എ നോവൽ എന്നുള്ളതാണ്. പ്രസന്റ് കണ്ടിന്യൂസിനും പാസീവ് വോയിസ് ഉണ്ടാക്കണമെങ്കിൽ തൊട്ടടുത്ത വീട് എന്താണ് പ്രസന്റ് പെർഫെക്റ്റിന്റേതാണ്. അവിടെ പോയിട്ടാണ് ഓക്സിലറി വെർബ് എന്താണ് കളക്ട് ചെയ്യാനുള്ളത്. ഓൾറെഡി അവരുടെ കയ്യിലുള്ള എന്താണ് ആക്റ്റീവ് വോയിസ് നമുക്കറിയാം മനു ഈസ് റൈറ്റിംഗ് എ നോവൽ എന്ന സെന്റൻസ് ആണ്. ഇതിനെയാണ് അവർ എന്താണ് പാസീവ് വോയിസ് ആക്കി മാറ്റേണ്ടത് അല്ലേ. ഇതെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം എന്താണ് ഇംഗ്ലീഷുകാരെ ഒന്ന് ചെക്ക് ചെയ്യും എത്രത്തോളം ഇവരെല്ലാം എന്താണ് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഉണ്ട്. അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന ടെൻസ് അറിയാം പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ വളരെയധികം നക്കികളാണ്, ഒരു സാധനം ആർക്കും കൊടുക്കൂല. ആരും വീട്ടിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി അവിടെ എന്താണ് ഒരു സിംഹത്തെ വളർത്തുന്നുണ്ട്, പട്ടിയെ വളർത്തുന്നുണ്ട്, ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്, അങ്ങനെ ആകെ വിഷയമാണ്. അപ്പൊ പാവം നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ഇതൊന്നും അറിയുന്നില്ല. മീറ്റിംഗ് സമയത്ത് ഇതൊക്കെ തലയാട്ടി ഒരു അര മനസ്സിൽ പറഞ്ഞെങ്കിലും അവരുടെ ഉള്ളിൽ എന്താണ് ഓക്സിലറി വെർബ് ആർക്കും കൊടുക്കൂല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താണ് പാവം പ്രസന്റ് കണ്ടിന്യൂസ് അറിഞ്ഞില്ല. അങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് രാവിലെ കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ട് നേരെ എവിടെ പോയി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ എന്താണ് അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ അകത്ത് ആളുണ്ടാവും എന്ന് കരുതി മതിൽ ചാടി അകത്ത് പോയി. അപ്പൊ എന്താണ് നമ്മളെ സിംഹം ഓട്ടിച്ചു, കടിച്ചു, മുറിച്ചു, ചാടി ജമ്പ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. ആകെ ബുദ്ധിമുട്ടായി. ഇവിടെ വരുന്ന സമയത്ത് എന്താണ് അവിടെ ഓക്സിലറി വെർബ് ഒന്നും കിട്ടിയില്ല. ആ കാരി കവർ മാത്രം തിരിച്ചുകൊണ്ട് എന്താ പ്രസന്റ് കണ്ടിന്യൂസ് വീട്ടിൽ വന്നു. ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് വിചാരിച്ചു തൽക്കാലം ഒരു കാര്യം ചെയ്യാം, മനു ഈസ് റൈറ്റിംഗ് എ നോവൽ എന്ന എന്റെ ഈ സെന്റൻസിൽ ഞാൻ വെർബിന്റെ V3 എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യത്യാസം വരും. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് അത് പാസീവ് വോയിസ് ആണെന്ന് അല്ലേ. എ നോവൽ എന്ന ഒബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞ് ഇവിടെ പൂരിപ്പിക്കാനുള്ളത് എന്താണ് ഈസറൊക്കെ എഴുതി റിട്ടേൺ എന്നും കാണിച്ചു. എ നോവൽ ഈസ് റിട്ടേൺ. അതിനുശേഷം വൈകുന്നേരം എന്താണ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാണാം
സിമ്പിൾ പ്രസന്റിന്റെയും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും എന്താണ് പാസീവ് വോയിസ് ഒരേപോലെ ഇരിക്കുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എന്താണ്, ഇവിടെ ആൾറെഡി കടം കൊടുത്തത് വെച്ചിട്ടുണ്ടാണ് സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസ് ഉണ്ടാക്കിയാണ്. ഇവിടെ കടം കിട്ടാത്തത് കൊണ്ട് ഉള്ള ഓക്സിലറി വെർബ് ഇറക്കി എഴുതി എന്താണ് V3 ഉപയോഗിച്ചാണ്. പക്ഷെ രണ്ടും ഒരേപോലെ ആയി. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി അടിയായി ആകെ പ്രശ്നങ്ങളായി. ബ്രിട്ടീഷുകാരെല്ലാം കൂടെ എന്താണ് അടുത്ത ഫ്ലൈറ്റിൽ അവിടെ എത്തി, വീണ്ടും ഒരു മീറ്റിംഗ്. അപ്പൊ അവർ പറഞ്ഞു പെർഫെക്റ്റ് ടെൻസ് നക്കികളായതുകൊണ്ട് ആർക്കും ഒരു സാധനവും കൊടുക്കുന്നില്ല, അവർ ആർക്കും കൊടുക്കത്തില്ല എന്ന് എന്താണ് വ്യക്തമായി പറയുകയും ചെയ്തു. അക്കാരണം കൊണ്ട് തന്നെ ഈ രണ്ട് ടെൻസും ഇതേപോലെ എഴുതുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തീർത്തും അത് കൺഫ്യൂഷൻ ആയിരിക്കും, പാസീവ് വോയിസ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്ത് ബ്രിട്ടീഷുകാരെല്ലാം കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി സിമ്പിളും കണ്ടിന്യൂസും തമ്മിൽ ഒരു വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി ബീയിങ് എന്നുള്ള എന്താണ് ഒരു സംഭവം മേടിച്ചുകൊണ്ട് വന്നു. എല്ലാ കണ്ടിന്യൂസ് ടെൻസിന്റെ അടുത്തും പറഞ്ഞു പെർഫെക്റ്റ് ടെൻസുകൾ നക്കികളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അവരുടെ അടുത്തൊന്നും ചോദിക്കാൻ പോണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഓക്സിലറി വെർബ് ഏതാണോ അതിന്റെ കൂടെ ഒരു ബീയിങ് കൂടെ ചേർത്തോളാം. സിമ്പിളും കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താണ് ടെൻസുകൾ തമ്മിൽ പാസീവ് വോയിസിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പൊ അക്കാരണം കൊണ്ട് തന്നെ ഒരു ബീയിങ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ സോൾവ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കണ്ടിന്യൂസ് ടെൻസിനും ഒരു ബീയിങ് കൂടെ കൊടുത്തിട്ട് അവർ തിരിച്ചുപോയി. എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ. ഇപ്പൊ നോക്കിയപ്പോൾ എന്താണ് രണ്ട് ടെൻസിനും സന്തോഷമായി, കാരണം രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രശ്നം സോൾവ് ചെയ്യാൻ അവർ ഒരു ബീയിങ് കൂടെ മേടിച്ചു കൊടുത്തിട്ടാണ് പോയത്. എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ എന്നാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ പാസീവ് വോയിസ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നക്കികളാണെങ്കിലും ആർക്കും ഒന്നും കൊടുക്കില്ല എങ്കിലും അവർക്കും പാസീവ് വോയിസ് ഉണ്ടാക്കണം. അപ്പൊ അവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ടെൻസ് ഏതാണെന്ന് നമുക്കറിയാം, ഏതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പക്ഷെ അവർക്ക് പാസീവ് വോയിസ് ഇല്ല എന്ന് ആദ്യമേ എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, അവർക്ക് പാസീവ് വോയിസിന്റെ ആവശ്യമില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഓക്സിലറി വെർബ് ഉണ്ട്, അത് കൊണ്ടുവന്നാലേ പ്രസന്റ് പെർഫെക്റ്റിന് എന്താണ് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നക്കികളാണെങ്കിലും രാവിലെ എണീച്ച് കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നേരെ എന്താണ് ഗേറ്റൊക്കെ ചവിട്ടി തുറന്ന് എവിടെ പോയി, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ വീട്ടിൽ പോയി. അവിടെ പാസീവ് വോയിസ് ഇല്ല എന്നുണ്ടെങ്കിലും ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട്, അവിടെ ഓക്സിലറി വെർബും ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ. അവർ അത് കളക്ട് ചെയ്ത് പ്രസന്റ് പെർഫെക്റ്റ് നേരെ ഇവിടെ വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് മനു ഹാസ് റിട്ടൺ എ നോവൽ എന്നുള്ള ആക്റ്റീവ് വോയിസ് ആണ്. ഇതിലെ പാസീവ് വോയിസ് ഉണ്ടാക്കാൻ ആദ്യം ഈ നോവൽ അവർ ഇറക്കി എഴുതി. ഇനി അടുത്ത എഴുതിയിട്ട് അവരുടെ കയ്യിലുള്ള ഓക്സിലറി വെർബ് ഇല്ലേ എവിടെ നിന്ന് കൊണ്ടുവന്നാണ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഹാസ് ബീനും ഹാവ് ബീനും ആണ് അവരുടെ കയ്യിലുള്ളത്. ഈ നോവൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഹാസ് ബീൻ ആണോ ഹാവ് ബീൻ ആണോ എന്ന് ചോദിച്ചാൽ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ബീൻ ആണ്. അത് കഴിഞ്ഞ് ഒന്നും ആലോചിക്കേണ്ട, വെർബിന്റെ V3 ആണ്. എ നോവൽ ഹാസ് ബീൻ റിട്ടൺ അല്ലേ. അപ്പൊ ഇത്രയാണ് ഉള്ളത് പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള പാസീവ് വോയിസ്. വളരെ എളുപ്പമാണ്. സിമ്പിൾ പ്രസന്റിന് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ തൊട്ടടുത്ത് കിടക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഓക്സിലറി വെർബ് വാങ്ങിക്കൊണ്ട് വന്നു, വെർബിന്റെ V3 എഴുതിയപ്പോൾ എന്താണ് പാസീവ് വോയിസ് ആയി. പ്രസന്റ് കണ്ടിന്യൂസിന് ഓക്സിലറി വെർബ് ഉണ്ടാക്കാൻ പ്രസന്റ് പെർഫെക്റ്റിന്റെ അടുത്ത് പോയി ആൻസർ ഹാവ് ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അങ്ങനെ ഇവിടെ വന്നു ഉള്ള ഓക്സിലറി വെർബിന്റെ കൂടെ ഒരു ബീയിങ് കൂടെ ചേർത്ത് പാസീവ് വോയിസ് ഉണ്ടാക്കിയ കാരണം ബീയിങ് ഇല്ലെങ്കിൽ രണ്ട് ടെൻസും സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും ഒരേപോലെ ആയിരുന്നു അല്ലേ. അപ്പൊ വ്യത്യാസപ്പെടുത്താൻ ഒരു ബീയിങ് കൂടെ എഴുതി. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് ആർക്കും ഒന്നും കൊടുക്കൂല എങ്കിലും പാസീവ് വോയിസ് ഉണ്ടാക്കാൻ തൊട്ടടുത്ത് കിടക്കുന്ന ടെൻസിൽ അല്ലേ അവന്റെ വീട്ടിൽ പോയിക്കൊണ്ട് എന്താണ് ഓക്സിലറി വെർബ് കളക്ട് ചെയ്യുക എന്നുള്ള റൂൾ ഉള്ളത് കൊണ്ട് പതുക്കെ എന്താണ് അവിടെ പോയി ഹാസ് ബീനും ഹാവ് ബീനും കൊണ്ടുവന്നു. ഇവിടെ എന്താണ് ഒബ്ജക്റ്റ് എഴുതി, സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ബീൻ, എ നോവൽ ഹാസ് ബീൻ എന്ന് എഴുതി വെർബിന്റെ V3. അപ്പൊ ഇതാണ് പ്രസന്റ് ടെൻസ്. ഇതേപോലെ ഈ മെത്തേഡ് തന്നെയാണ് പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും. അപ്പൊ ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് മനസ്സിലാക്കാം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ടും പാസ്റ്റ് ടെൻസിന്റെ അയൽവാസികളുമായി ബന്ധപ്പെട്ടും നടന്നിട്ടുണ്ട്. പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ട് നടന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. പാസ്റ്റ് പെർഫെക്റ്റും ഇതുപോലെ എന്താണ് ഓക്സിലറി വെർബ് ഒന്നും കൊടുത്തിട്ടില്ല. ആ സാഹചര്യങ്ങളിൽ അവരും ബീയിങ് ഉപയോഗിച്ചുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ് പാസീവ് വോയിസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റിന്റെ ആക്റ്റീവ് വോയിസ് സെന്റൻസ് നമുക്കറിയാം മനു റോട്ട് എ നോവലാണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഒബ്ജക്റ്റ് എന്നുള്ളത് എ നോവലാണ്. എ നോവൽ ഇറക്കി എഴുതിക്കൊണ്ട് പാസീവ് വോയിസ് ഉണ്ടാക്കുക. അപ്പൊ രാവിലെ സിമ്പിൾ പാസ്റ്റ് കുളിച്ച് ഒരുങ്ങി റെഡിയായി ഇവിടെ പോയി പാസ്റ്റ് കണ്ടിന്യൂസിന്റെ വീട്ടിൽ പോയി അല്ലേ. ഗേറ്റൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. വളരെ നല്ല മനസ്സിന് ഉടമകളാണ് കണ്ടിന്യൂസ് ടെൻസ്. അവിടെ വാസും വേറുമുണ്ട്. അതിൽ രണ്ടെണ്ണം കവറിൽ പറക്കിയിട്ടുകൊണ്ട് നേരെ സിമ്പിൾ പാസ്റ്റ് വീട്ടിൽ വന്നു. വളരെ സന്തോഷത്തോടു കൂടി ഒബ്ജക്റ്റ് ഇറക്കി എഴുതി എ നോവൽ. അത് കഴിഞ്ഞ് കയ്യിലുള്ള അല്ലേ പാസ്റ്റ് കണ്ടിന്യൂസ് കൊടുത്ത വാസും വേറിലും എ നോവൽ ആയതുകൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് വാസ് എഴുതി, വെർബിന്റെ V3 എഴുതി, മൂന്നാമത്തെ രൂപ എഴുതിയപ്പോൾ തന്നെ എന്താണ് പാസീവ് വോയിസ് ആയി, നോവൽ വാസ് റിട്ടൺ. വളരെ സന്തോഷത്തോടെ സിമ്പിൾ പാസ്റ്റ് എന്താണ് ആഹാരം കഴിച്ചു കിടന്നുറങ്ങി. ഇനി അടുത്ത റൗണ്ട് പാസ്റ്റ് കണ്ടിന്യൂസിന്റെയാണ്. അപ്പൊ ആൾറെഡി അവിടെ വിഷയങ്ങൾ ഉണ്ടായതാണ്. പെർഫെക്റ്റ് ടെൻസ് കുടുംബത്തോടെ എന്താണ് പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും കടം കൊടുക്കൂല എന്ന് പറഞ്ഞു അല്ലേ. അവർ ആ ഒരു പാരമ്പര്യം കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആൾറെഡി ഈ പ്രശ്നം സോൾവ് ചെയ്തതാണ് ഒരു ബീയിങ് കൊടുത്തുകൊണ്ട്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ കയ്യിലും ബീയിങ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്താണ് രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ട് നേരെ എന്താണ് ആ മതിലിന്റെ അടുത്ത് പോയി നോക്കി. അവിടെ ഹാഡ് എന്ന ഓക്സിലറി കാണുന്നുണ്ട്.
തൊട്ടടുത്ത് ഒരു സിംഹക്കൂട്ടം കിടക്കുന്നുമുണ്ട്, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അത് കിട്ടാൻ എന്നുള്ളതാണ്. പക്ഷെ എന്താണ്, ആ ഗേറ്റ് ഇതുവരെയും തുറന്നതുമില്ല, സിംഹത്തിന് ഉറക്കവും ഇല്ല എന്ന രീതിയിലായി. പതുക്കെ തിരിച്ചു വന്നുകൊണ്ട് കയ്യിലുള്ള ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, കൂടെ ഒരു ബീയും കൂടെ ചേർക്കാൻ, അല്ലേ? അപ്പൊ മനു വാസ് റൈറ്റിംഗ് എ നോവൽ എന്നുള്ള ആക്റ്റീവ് വോയിസിലെ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സെന്റൻസിനെ നമ്മൾ പാസീവ് വോയിസ് ആക്കാൻ നമുക്കറിയാം ഈ നോവൽ എന്ന് ആദ്യം നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞ് കയ്യിലുള്ള വാസ്, ഇല്ലേ, നോവൽ സിംഗുലർ ആയതുകൊണ്ട് വാസ് എഴുതുന്നു. വാസ് റിട്ടൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ അടി നടക്കും. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ബീയും കൂടെ ആഡ് ചെയ്യുകയാണ്. എ നോവൽ വാസ് ബീയിങ് റിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് ആയി മാറും. ഇനി പെർഫെക്റ്റ് ടെൻസ് ഞാൻ പറഞ്ഞു, നക്കികളാണെങ്കിലും അവർക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കണം. നക്കികൾ ആർക്കൊന്നും കൊടുക്കൂല എങ്കിലും മറ്റുള്ളവരെല്ലാം വാങ്ങിച്ചോളും, അതാണ് അവരൊരു പ്രത്യേകത. അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റിന്റെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ മനുഹാണ് റിട്ടൺ എ നോവൽ, അല്ലേ? അപ്പൊ അവർക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കണം. നേരത്തെ എന്താണ് കുളിച്ചിറങ്ങി പൗഡറൊക്കെ ഇട്ട് ആ സിംഹക്കുട്ടനെ വിളിച്ചുകൊണ്ട് നേരെ ഇവിടെ പോയി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ വീട്ടിൽ പോയി. ഇവിടെ ഗേറ്റൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അവിടെ കയ്യിലുള്ള ഹാഡ് ബീൻ വാങ്ങിക്കൊണ്ട് വരികയാണ്. വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് പാസീവ്സ് ഉണ്ടാക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നോവലാണ്. അത് കഴിഞ്ഞ് എന്താണ്, ഹാഡ് ബീൻ മാത്രം, വേറെ ഓക്സിലറി ഒന്നും ഇല്ല. സബ്ജക്റ്റ് എന്ത് തന്നെ ആയാലും ഇവിടെ ഹാഡ് ബീൻ എഴുതുക എന്നുള്ളതാണ്, അല്ലേ? എ നോവൽ ഹാഡ് ബീൻ റിട്ടൺ എന്ന് എഴുതി കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആയി. വളരെ എളുപ്പമാണ്. സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ തൊട്ടടുത്ത് കിടക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസിന്റെ വീട്ടിൽ പോയി വാസും വേറെ മേടിച്ചോണ്ട് വന്നു. അവിടെ ഈ നോവൽ ആയതുകൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് വാസ് എഴുതി വെർബിന്റെ രീതി. പാസ്റ്റ് കണ്ടിന്യൂസ് ഈ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് പാസീവ് വോയിസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത പാസ്റ്റ് പെർഫെക്റ്റിന്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി, കാരണം കിട്ടൂല എന്നറിയാം. അത് കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. തിരിച്ചു വരികയും കയ്യിലുള്ള എന്താണ് ഓക്സിലറി വെർബ് അതേപോലെ എടുത്ത് എഴുതുകയും നോവൽ വാസ് എന്ന് എഴുതി. പിന്നെ ബ്രിട്ടീഷുകാരെ അടി ഉണ്ടാക്കാതിരിക്കാൻ കൊടുത്തിട്ട് പോയ ബീയും കൂടെ ചേർത്തു. എ നോവൽ വാസ് ബീയിങ് റിട്ടൺ എന്ന് എഴുതി പാസ്റ്റ് വോയിസ് ഉണ്ടാക്കി. പാസ്റ്റ് പെർഫെക്റ്റ് ഇതുപോലെ എന്താണ് നേരെ പോയി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നിന്ന് ഹാഡ് ബീൻ എന്നുള്ള ഓക്സിലറി കളക്ട് ചെയ്തുകൊണ്ട് വന്നു. എ നോവൽ ഒബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞ് ഹാഡ് ബീൻ എഴുതി, പിന്നെ വെർബിന്റെ വീക്ക് എഴുതി. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചർ ടെൻസിന്റെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് കൊടുക്കൽ വാങ്ങൽ അത് തന്നെയാണ് ഫ്യൂച്ചർ ടെൻസിലും സംഭവിച്ചത്. ഫ്യൂച്ചർ ടെൻസ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ നമുക്കറിയാം, മനു വിൽ റൈറ്റ് എ നോവൽ. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിന് എന്താണ് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ നേരെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് തൊട്ടടുത്ത് കിടക്കുന്ന വീട്, അവിടെ പോവുകയാണ്. കണ്ടിന്യൂസ് ടെൻസ് എല്ലാം വളരെ എന്താണ് ഉദാര മനസ്കരാണ്. അവിടെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. കവറുമായി പോയി ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ എന്താണ് വിൽ ബി എന്നുള്ള ഓക്സിലറി കളക്ട് ചെയ്തു. നേരെ വീട്ടിൽ വന്നു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം വൈകുന്നേരം പാസീവ് വോയിസ് ഉണ്ടാക്കിയാണ്. ആദ്യം ഒബ്ജക്റ്റ് ഇറക്കി എഴുതി എ നോവൽ എന്നുള്ളത്, അല്ലേ? അത് കഴിഞ്ഞ് കയ്യിലുള്ള ഓക്സിലറി വെർബ് ഏതാണ്, വിൽ ബി. വിൽ ബി ഉപയോഗിക്കുകയാണ്. അത് കഴിഞ്ഞ് വെർബിന്റെ വീക്ക് വളരെ എളുപ്പമാണ്. എ നോവൽ വിൽ ബി റിട്ടൺ എന്നുള്ളതാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ എന്താണ് സെന്റൻസ് നമുക്കറിയാം, മനു വിൽ ബി റൈറ്റിംഗ് എ നോവൽ, അല്ലേ? അപ്പൊ മനസ്സിലാക്കേണ്ടത് പെർഫെക്റ്റ് ടെൻസ് ആണ് തൊട്ടടുത്ത് കിടക്കുന്നത്. ഒരു രക്ഷയില്ല, ഓക്സിലറി വെർബ് ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. സിമ്പിളും കണ്ടിന്യൂസും അടിയുണ്ടാകാതിരിക്കാനാണ് ബ്രിട്ടീഷുകാർ ബീയിങ് എന്നുള്ള സംഭവം മേടിച്ചു കൊടുത്തിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ കയ്യിൽ എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ കയ്യിൽ ബീയിങ് ഉണ്ട്. പോയി സംസാരിക്കാനും നിന്നില്ല, തിരിച്ചു വന്നുകൊണ്ട് എന്താണ് പാസ്റ്റ് വോയിസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആദ്യം ഒബ്ജക്റ്റ് ഇറക്കി എഴുതി എ നോവൽ, അല്ലേ? അത് കഴിഞ്ഞ് കയ്യിലുള്ള ഓക്സിലറി വിൽ ബി ഇറക്കി എഴുതി. അതിന്റെ കൂടെ എന്താണ് ഈ സിമ്പിളും കണ്ടിന്യൂസ് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ഒരു ബീയിങ് കൂടെ ചേർത്തു. എ നോവൽ വിൽ ബി ബീയിങ് എന്ന് എഴുതി വെർബിന്റെ V3. എ നോവൽ വിൽ ബി ബീയിങ് റിട്ടൺ എന്നുള്ളതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്, വേറെ ഒരു വ്യത്യാസമില്ല. നമുക്കറിയാം തൊട്ടടുത്ത് കിടക്കുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പോയി എന്താണ് ഓക്സിലറി വെർബ് കളക്ട് ചെയ്തുകൊണ്ടാണ് പാസീവ് വോയിസ് ഉണ്ടാക്കേണ്ടത്. ആക്റ്റീവ് സെന്റൻസ് നോക്കുകയാണെങ്കിൽ മനു വിൽ ഹാവ് റിട്ടൺ എ നോവൽ. പാസീവ് വോയിസ് ഉണ്ടാക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഗേറ്റ് തുറന്നു കിടക്കുന്നു. അവിടെ ആരും ചോദിക്കാനൊന്നും ഇല്ല. സന്തോഷത്തോടു കൂടി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ് ഓക്സിലറി വെർബ് കൊടുക്കുകയാണ് സഞ്ചിയിൽ ഇട്ടുകൊണ്ട് വിൽ ഹാവ് ബീൻ. അതുമായിക്കൊണ്ട് എന്താണ് സന്തോഷപൂർവ്വം ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുന്നു. അവിടെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് എ നോവൽ, അത് കഴിഞ്ഞ് വിൽ ഹാവ് ബീൻ ആണ്. അവിടെ ഇറക്കി എഴുതുന്നു എ നോവൽ വിൽ ഹാവ് ബീൻ, പിന്നെ വെർബിന്റെ വീക്ക് റിട്ടൺ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 9 ടെൻസിന്റെ പാസീവ് വോയിസ്. വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ, അല്ലേ? ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ എന്താണ് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ തൊട്ടടുത്ത് കിടക്കുന്ന ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പോയി വിൽ ബി കളക്ട് ചെയ്തു, വെർബിന്റെ V3. ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമുക്കറിയാം, അവിടെ എന്താണ് ഒബ്ജക്റ്റ് എ നോവൽ ഇറക്കി എഴുതി. തൊട്ടടുത്ത് കിടക്കുന്ന വീട്ടിന്റെ ഗേറ്റിനോടെ പോയി അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഓക്സിലറി വെർബ് കിട്ടില്ല. ഉള്ള ഓക്സിലറി വെർബ് ഇറക്കി എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചറും അടി നടക്കും. അതുകൊണ്ട് തന്നെ ഒരു ബീയും കൂടെ ചേർത്ത് പ്രശ്നം സോൾവ് ചെയ്തു. എ നോവൽ വിൽ ബി ബീയിങ് റിട്ടൺ എന്നുള്ളതാണ്, അല്ലേ? ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആർക്കും ഒന്നും കൊടുക്കാത്ത നക്കികളാണെങ്കിലും തൊട്ടടുത്ത് കിടക്കുന്ന ടെൻസിന്റെ ഓക്സിലറി വെർബ് കളക്ട് ചെയ്തുകൊണ്ട് ഒന്ന് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ ഒബ്ജക്റ്റ് ഇറക്കി എഴുതി. തൊട്ടടുത്ത് കിടക്കുന്ന ടെൻസ് കൊടുത്ത എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൊടുത്ത ഓക്സിലറി വെർബ് ഇറക്കി എഴുതി വിൽ ഹാവ് ബീൻ, വെർബിന്റെ V3 എഴുതപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ആയി. തൊട്ടടുത്ത് കിടക്കുന്ന ടെൻസിന്റെ ഓക്സിലറി ഒബ്ജക്റ്റ് കഴിഞ്ഞ് എഴുതുക, വെർബിന്റെ V3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസീവ് വോയിസ് ആയി. അവിടെ കണ്ടിന്യൂസിൽ മാത്രമാണ് എന്താണ് പെർഫെക്റ്റ് എന്ന് കടം കിട്ടാത്തതുകൊണ്ട് ഒരു ബീയിങ് ചേർക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ അനായാസം നിങ്ങൾക്ക് പാസീവ് വോയിസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഈ മെത്തേഡ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.